ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതലുള്ള ദൈവവചനത്തെ ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. സ്വർഗത്തിൽ നിക്ഷേപം കരുതുക എന്ന സന്ദേശം ഈശോ ഇന്ന് തരികയാണ്. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് കണ്ണ് തിരിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പണത്തിന് വേണ്ടി, സമ്പത്ത് സ്വരൂപിക്കുവാൻ വേണ്ടി ഒരു വലിയ നെട്ടോട്ടമാണ്. രാവിലെ മുതൽ ജോലിയുടെ തിരക്കിൽ ആളുകൾ ഓടുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ, ബിസിനസ് നടത്തുന്നവർ, കൃഷിപ്പണി നടത്തുന്നവർ ഒക്കെ ഒരു വലിയ ഓട്ടത്തിലാണ്. കുടുംബം പുലർത്തുവാൻ വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാട് തന്നെയാണ്. ചിലർ അതിരാവിലെ തന്നെ ഉണർന്ന് ജോലിക്ക് പോയി ഇരുട്ടിക്കഴിയുമ്പോഴൊക്കെ വീട്ടിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അധ്വാനത്തിൻ്റേതായിട്ടുള്ള ഒരു സാഹചര്യം. തൻ്റെ കുടുംബത്തിന് നല്ല ഒരു ഭാവി ഉണ്ടാക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരോട് പറയുവാൻ സാധിക്കുമോ, നിങ്ങൾ സമ്പത്ത് ശേഖരിക്കരുത് എന്ന്? അത് പറയുവാൻ സാധിക്കത്തില്ല. ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ പണം സമ്പാദിക്കരുതെന്നോ സ്വത്തുണ്ടാക്കരുതെന്നോ ഒന്നുമല്ല, മറിച്ച് അത് മാത്രമാക്കി ചുരുക്കരുത് എന്ന കാര്യമാണ്. അതായത് ജോലിയുടെ തിരക്കിൻ്റെയൊക്കെ മധ്യത്തിലും നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളോടൊത്ത് കുറച്ച് സമയം ചിലവഴിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അവരുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അവർക്ക് ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സാൻമാർഗിക കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കണം. അവരുടെ സാമ്പത്തിക മേഖല മാത്രം ഭദ്രമാക്കിയാൽ പോരാ, അവരുടെ ആത്മീയ മേഖല കൂടി ഭദ്രമാക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും എല്ലാ കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കുണ്ട്. ഇന്ന് കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, സമ്പാദനത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിലുള്ളവർ നെട്ടോട്ടം ഓടുമ്പോൾ അവർ ആത്മീയ സമ്പാദനം കുടുംബത്തിൽ നടത്തി കൊടുക്കാതെ പോയി എന്നുള്ളതാണ്. ബന്ധങ്ങൾ അടുപ്പിക്കുവാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് വഴക്കും സംഘർഷങ്ങളുമൊക്കെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ രൂപപ്പെട്ടു വരിക. മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവത്തിൻ്റെ പ്രതിപുരുഷരായിട്ട് കുടുംബത്തിൽ മാതാപിതാക്കൾ മാറണം. മക്കളും പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. ഗെയിം കളിക്കുവാനും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുവാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ കുരിശു വരയ്ക്കാനും പ്രാർത്ഥിക്കുവാനും പറയുമ്പോൾ പലപ്പോഴും മടിയാണ്, താല്പര്യക്കുറവാണ്. ആ സമയത്ത് ഉറക്കം ഒക്കെ ഉണ്ടാകുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് ഭൗതികതയിൽ മാത്രമാക്കുമ്പോഴാണ് ആത്മീയത തകരുന്നത്. ആത്മീയതയും ഭൗതികതയും നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. വൈദിക ജീവിതത്തിലും സന്യാസ ജീവിതത്തിലുമൊക്കെ പണത്തിനും സമ്പത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും പാളിച്ചകളും പോരായ്മകളും സംഭവിക്കും. ഇടയനും ദൈവജനവും അകലുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട മേഖല സമ്പത്തിൻ്റെ മേഖലയിലാണ്. സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യതയില്ലാതെ വരുമ്പോഴും അമിതമായിട്ടുള്ള പിരിവുകൾ അടിച്ചേൽപ്പിക്കുമ്പോഴുമൊക്കെ ദൈവജനം പുരോഹിതരിൽ നിന്ന്, സന്യസ്തരിൽ നിന്ന് ഒക്കെ അകന്നു മാറുന്നു. വൈദികരും സന്യസ്തരും പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ വലിയ പങ്ക് മാറ്റിവെക്കരുത്. നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ സന്യാസ ഭവനങ്ങളുമൊക്കെ പ്രാർത്ഥനയുടെ, ആത്മീയതയുടെ കേന്ദ്രങ്ങളായിട്ട് മാറണം.
പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ നടത്തുന്നവർ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രാർത്ഥന മാറ്റിവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ പൗരോഹിത്യ ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും വലിയ തകർച്ചയും ഇടർച്ചയും ഉണ്ടാകും. ഇന്ന് സഭയും വൈദികരുടെയും അൽമായരുടെയും ഇടയിലുള്ള വലിയ സംഘർഷവും ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെയുള്ളതാണ്. അകലങ്ങളാണ്. സമ്പത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളും വഴക്കുകളും പിണക്കങ്ങളും ഒക്കെയാണ്. പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പലപ്പോഴും വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുകയും ലാഭകരമായ രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർ കേമന്മാരാണ് എന്ന് കരുതുന്ന ഒരു പ്രവണത വൈദികരുടെ ഇടയിലും സന്യസ്തരുടെ ഇടയിലുമൊക്കെ വളർന്നു വരുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്കോ ആത്മീയതയ്ക്കോ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതൊരു അപകടകരമായിട്ടുള്ള പ്രവണതയാണ്. അതിനെ തിരുത്തണം. ഒരു നാട്ടിൽ ഒരു പള്ളി പണിയുമ്പോൾ ആർഭാടപരമായിട്ടുള്ള വലിയ പള്ളികളല്ല പണിയേണ്ടത്, മറിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് താങ്ങാനാവുന്ന ഒരു ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് വേണം പണിയുവാൻ. ജനത്തെ ഭാരപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ചെയ്യരുത്. വരവിനൊത്ത ചെലവ് അത് കുടുംബത്തിലാണെങ്കിലും നമ്മളുടെ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഒക്കെ നടത്തുവാൻ സാധിച്ചാൽ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകും. നമ്മുടെ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ വലിയ ലോൺ എടുത്തുകൊണ്ട് അത് വീട്ടുവാൻ ആവശ്യമായിട്ടുള്ള വിഭവസമാഹരണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ തടസ്സം അത് സൃഷ്ടിക്കും. ആത്മീയത ജനത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സമയം പോരാതെ വരും. അതുകൊണ്ട് മക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ മറക്കരുത്. സമ്പത്ത് സമ്പാദിക്കുമ്പോൾ അവരോടൊപ്പം സമയം ചെലവഴിക്കണം. അവരോടൊപ്പം ഒന്ന് കളിക്കാനായിട്ട്, അവരോടൊപ്പം കുറച്ച് സമയം നടക്കുവാനായിട്ട്, അവരോടൊപ്പം കുറച്ച് സമയം പുറത്തു പോകുവാനായിട്ട് ഒക്കെ സമയം മാതാപിതാക്കൾ കണ്ടെത്തണം. അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ വാങ്ങിക്കൊടുക്കുക മാത്രം ചെയ്താൽ പോരാ. അവരുടെ സമഗ്രമായ കാര്യങ്ങളിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ചിന്തകളിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ കുടുംബങ്ങളിൽ വളർത്തുവാൻ സാധിക്കണം. മക്കളുടെ പഠനത്തെക്കുറിച്ച് തിരക്കണം, അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച് തിരക്കണം, അവരുടെ സമൂഹത്തിലെ ജീവിതത്തെക്കുറിച്ച് തിരക്കണം, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്, അവരുടെ കൗദാശിക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്. ഇതൊക്കെ തിരക്കുമ്പോഴാണ് മാതാപിതാക്കൾ അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷരായിട്ട് മാറുന്നത്. അവിടെയാണ് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന വ്യക്തികളായിട്ട് മാറുക. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത സംസ്കാരം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സമ്പത്തല്ല എല്ലാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് വരട്ടെ. മറ്റുള്ളവരെ വിമർശിക്കുവാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ അല്ല ഇത് പറയുന്നത്, മറിച്ച് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അനുഭവം സ്വന്തമാക്കുവാൻ നമ്മെക്കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് ഓരോരുത്തരും മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറട്ടെ. നമ്മുടെ ദേവാലയങ്ങൾ പ്രാർത്ഥനയുടെ കേന്ദ്രങ്ങളായിട്ട് മാറട്ടെ. സന്യാസ ഭവനങ്ങൾ പ്രാർത്ഥനയുടെ വലിയ സാക്ഷ്യം നൽകുന്ന ഭവനങ്ങളായിട്ട് രൂപപ്പെടട്ടെ. പുരോഹിതരും സന്യസ്തരുമൊക്കെ ദൈവത്തിൻ്റെ പ്രതിപുരുഷരായി ജനത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ, ആത്മീയ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരായിട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സ്വർഗത്തിൻ്റെ നിക്ഷേപം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നന്മ നിറഞ്ഞ നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ ഇടവകകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സമൂഹങ്ങളും ഒക്കെ ആത്മീയതയിൽ വളരുന്ന നല്ല ദിനങ്ങളാക്കി ഈശോയെ മാറ്റണമേ.